ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നുഹയാസ് വേൾഡ്. അപ്പോൾ നിങ്ങൾക്കും വീട്ടിലിരുന്നിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ടൈം വന്നിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ക്യാമറക്ക് മുന്നിൽ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് വന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫേസ് ടു ഫേസ് ഞാൻ ആദ്യമായിട്ടാണ് വന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം കേട്ടോ, അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. റീസെല്ലിംഗ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞ വരുമാനം ഉണ്ടാക്കാനുള്ള വഴി. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഈ ജ്വല്ലറി ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെലിബ്രിറ്റീസ് ആയാലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് നല്ല ലാഭം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ ജ്വല്ലറി ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ അതിന് നമ്മൾക്ക് നല്ലൊരു സെല്ലറിനെ കണ്ടെത്തണം. അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. അതുപോലെ നല്ലൊരു എമൗണ്ട് വേണം. അപ്പോൾ അതിനൊന്നും ചിലപ്പോൾ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലേ, ചെറിയ രീതിയിൽ നമുക്ക് കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ളവർ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. റീസെല്ലിംഗ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗം. അപ്പോൾ ഞാൻ ജ്വല്ലറി ബിസിനസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ അതോടൊപ്പം ഞാനിപ്പോൾ റീസെല്ലിങ്ങിനെ കുറിച്ച് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഒരു ആൻറ്റി ടെർണിഷ് ചെയിൻ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാട്ടോ. ഈ ഒരു ചെയിൻ 250 രൂപക്കൊക്കെ നമ്മൾ റീറ്റെയിലായിട്ട് വിൽക്കുന്നതാണ്. അപ്പോൾ റീസെല്ലിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കുറച്ചിട്ടായിരിക്കട്ടെ നമ്മൾ തരുന്നത്. ഇപ്പോൾ ഒരു 200, ഈ ഒരു ചെയിൻ്റെ റേറ്റ് വന്നിട്ട് 250 നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 200, 210 ആ ഒരു റേറ്റിനൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്ലസ് നിങ്ങളുടെ മാർജിൻ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത്, 280 രൂപയൊക്കെ ഈ ഒരു ചെയിൻ്റെയൊക്കെ സൈറ്റിലൊക്കെ റേറ്റ് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ആ ഒരു റേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ നമ്മൾ നിങ്ങളെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ആൻറ്റി ടെർണിഷ് ജ്വല്ലറിയുടെ ഒക്കെ കളക്ഷൻ, ഒരുപാട് കളക്ഷൻ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് തരുന്ന റേറ്റും നമ്മൾ അതിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു റേറ്റ് നിങ്ങളുടെ റേറ്റ് ആക്കിയിട്ട് ഇടണം. അതായത് നിങ്ങൾക്ക് എത്രയാണോ ലാഭം വേണ്ടത് ഈ ഒരു ചെയിനിൽ. അപ്പോൾ 50 രൂപ 60 രൂപയൊക്കെ നിങ്ങൾക്ക് ഒരു പീസിന് തന്നെ വെച്ചിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ അറിയിക്കും കേട്ടോ, ഫോട്ടോസും റേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, വാട്സപ്പ് ത്രൂ വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റ വഴിയോ ഇത് സ്റ്റാറ്റസ് ആക്കിയോ നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം ഓർഡർ പിടിക്കുക. ഈ ഒരു പെരുന്നാൾ സമയത്തൊക്കെ എന്തായാലും ഓർഡറൊക്കെ കിട്ടും. അപ്പോൾ ഓർഡർ കിട്ടുമ്പോൾ എന്താ ചെയ്യുക, എൻ്റെ ഈ ഒരു നമ്പർ നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളുടെ അഡ്രസ്സിലേക്ക്, നിങ്ങൾ അയക്കുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് കൊറിയർ ചെയ്യും. അപ്പോൾ കൊറിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും, അല്ല ഒരു സംശയമായിരിക്കും, എന്താ നിങ്ങളുടെ അഡ്രസ്സ്, അതായത് എൻ്റെ അഡ്രസ്സ് ഇതിൽ കൊടുക്കുമോ എന്നില്ല കേട്ടോ. നമ്മൾ റീസെല് ചെയ്യുമ്പോൾ നമ്മൾ അഡ്രസ്സ് കൊടുക്കില്ല. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുമെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതാണല്ലോ റീസെല്ലിംഗ് എന്ന് പറഞ്ഞത്. കുറച്ച് പേർക്ക് സംശയം ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ അതിൽ പറഞ്ഞു തന്നിട്ടാ. അപ്പോൾ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊന്നും നമ്മൾ കൊറിയർ അയക്കുമ്പോൾ കൊടുക്കില്ല. അപ്പോൾ അതൊക്കെ ഹൈഡാക്കിയിട്ട് ആയിരിക്കും കൊടുക്കുക. പിന്നെ വന്നിട്ടുള്ളതൊരു ഡൗട്ടായിരിക്കും നമുക്ക്, ഈ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്ന്. ഈ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ കയ്യിൽ നിന്ന് നിങ്ങളുടെ ലാഭവും കൂട്ടിയിട്ട് നിങ്ങൾ എത്രയാണോ വാങ്ങുന്നത് ആ ഒരു ലാഭം, നിങ്ങളുടെ ലാഭം എടുത്തിട്ട് ബാക്കിയുള്ള ആ ഒരു പേയ്മെൻറ്റ് എൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ GPay ചെയ്ത് തരാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചില ആൾക്കാർക്ക് എന്തായാലും ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയാണ് വന്നിട്ട് ഇപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ റീസെല്ലിംഗ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ നമുക്കൊരു 2 പ്രൊഡക്റ്റൊക്കെ കിട്ടുമ്പോൾ തന്നെ ഒരു 100 രൂപയ്ക്ക് മുകളിലൊക്കെ ആയിട്ട് കിട്ടും. നിങ്ങൾ എത്ര പ്രൊഡക്റ്റാണോ അങ്ങനെ റീസെൽ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും കേട്ടോ നിങ്ങളുടെ വരുമാനം. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാനുള്ള പണി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കൊറിയർ പാക്കിങ്ങിൻ്റെതോ DTDCയിൽ പോയിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങളത് കൊടുക്കേണ്ടതോ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ബാധിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റ എങ്ങനെയാണോ നിങ്ങൾ പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുക, നമ്മൾക്ക് വിവരങ്ങളൊക്കെ തരാം, അതായത് ഓർഡേഴ്സ് നമുക്ക് തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു വരുമാനം, ഇപ്പോൾ ഞാനും ഇതുപോലെ ഫസ്റ്റൊക്കെ റീസെല്ലിംഗ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യട്ടെ, അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റീസെല്ലിംഗ്, ഈ ഒരു ജ്വല്ലറി ബിസിനസ് റീസെല്ലിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ പറയാം കേട്ടോ.